നിങ്ങൾ എൻ്റെ വീഡിയോ കാണണമെന്നില്ല. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ആൾ വന്നിട്ട് പറഞ്ഞു അദ്ദേഹം ഒരു 5 വർഷം മുമ്പ് ഒരു ഫ്ലൂട്ട് വാങ്ങിക്കുകയും ഈ സരിഗമ വായിക്കാൻ പഠിക്കുകയും ചെയ്തിട്ട് എന്തോ ഒരു മിസ്റ്റേക്ക് പോലെ പുള്ളിക്ക് തന്നെ തോന്നി, വായിക്കുമ്പോൾ ശരിയാവുന്നില്ല. അങ്ങനെ പുള്ളി അത് നിർത്തി. പിന്നെ 5 വർഷത്തിന് ശേഷം ഇപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടപ്പോഴാണ് അദ്ദേഹത്തിന് ആ കാര്യം മനസ്സിലായത്. മാ കഴിഞ്ഞിട്ട് വായിക്കുന്ന ആ പാ എന്നുള്ള ആ ഒരു ശബ്ദം അല്ലെങ്കിൽ ആ ഒരു സ്വരം ഹൈ പിച്ചിലേക്ക് കയറിയാൽ മാത്രമേ സരിഗമ കറക്റ്റ് ആവത്തുള്ളൂ. ലോ പിച്ചിലേക്ക് വായിച്ചാൽ സരിഗമ കറക്റ്റ് ആവത്തില്ല. നമുക്ക് തന്നെ വായിക്കുമ്പോൾ അത് മനസ്സിലാവും, വ്യത്യാസമുണ്ട്. അപ്പം അദ്ദേഹത്തിന് പോലും ഇപ്പോഴാണ് അത് മനസ്സിലായത്. അപ്പം ഞാനത് പറഞ്ഞു, വീഡിയോ അത് പറഞ്ഞു. ഞാൻ പഠിച്ചത് ആ ഒരു മിസ്റ്റേക്ക് വെച്ചാൽ, കാരണം നമ്മളെ ആരും പഠിപ്പിക്കുകയല്ലോ, എല്ലാ ഇതിനകത്തുനിന്നും നമ്മൾ നോക്കിയാണ് ഇത് പഠിക്കുന്നത്. അപ്പോൾ ഈ ഒരു മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞല്ലോ, ആദ്യം ഈ ഹിന്ദി ക്ലാസ്സിൽ നോക്കി ഞാൻ പഠിച്ചെങ്കിലും ഇവരിത് പറഞ്ഞാലും നമുക്ക് ഹിന്ദി ആയതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് മനസ്സിലാവത്തില്ല. ഒന്നാമത്തെ കാര്യം, ഈ ആദ്യം നമ്മൾ കേട്ടാണല്ലോ അറിയുന്നത്. ഊതുമ്പോൾ നമുക്കത് കറക്റ്റാണോ ഇല്ലയോ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റത്തില്ല. പിന്നീടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ മാ പ എന്നുള്ള സൗണ്ട് ഹൈ പാടണം. മാ ലോ പിച്ചും ഹൈയിലേക്ക് വരുമ്പോൾ ഹൈ പിച്ചിലോട്ടും കയറും. അവിടെ നിന്ന് പിന്നെ ഹൈയിലോട്ടാണ് പോകുന്നത്. പ ദ നി സ വരെ ഹൈയാ. തിരിച്ചു വരുമ്പോഴും അതേ രീതി തന്നെ വരുന്നത്. സ നി ദ പ. വീണ്ടും അത് ഹൈ പിച്ച് വന്നിട്ട് പിന്നെ മായിലോട്ട് എത്തുമ്പോഴാണ് ലോയിലോട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെ പാടിയാൽ മാത്രമേ നമുക്ക് സരിഗമ കറക്റ്റായിട്ട് പാടാൻ പറ്റത്തുള്ളൂ. എനിക്ക് ചോദിക്കുക എല്ലാ പാട്ടുകളും ഹൈ ആണെന്നോ? അല്ല, ചില അക്ഷരങ്ങൾ മാത്രമേ ചില പാട്ടിനകത്ത് ഹൈ കയറി വരത്തുള്ളൂ, ചിലതിനകത്ത് ലോയിൽ തന്നെ വരത്തുള്ളൂ. ഈ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്ട് വീഡിയോ ഇട്ടായിരുന്നു. എൻ്റെ ക്ലാസ്സിൽ കയറുവാണെങ്കിൽ നിങ്ങൾക്ക് സരിഗമ 1 മാസം കൊണ്ട് പഠിക്കാം എന്നുകൊണ്ട് ഞാനൊരു ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞൊരു പാട്ട് കൊണ്ട് പാടി. അതിനകത്ത് വന്ന കമൻറ്റാണ്, ഇദ്ദേഹം ഓൾറെഡി നമുക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ പഠിപ്പിക്കുന്നത് ശരിയല്ലെന്ന് പറഞ്ഞു. ഞാൻ എത്രയോ വട്ടം പറഞ്ഞു, ഞാൻ യൂട്യൂബ് നോക്കി പഠിച്ചാൽ എനിക്ക് ആ ഒരു അറിവേ ഉള്ളൂ. അദ്ദേഹം എന്നാൽ മാസ്റ്റർ എന്നങ്ങോട്ടാണ് പറഞ്ഞത്. ആയിക്കോട്ടെ, മാസ്റ്റർ ആയിക്കോട്ടെ, നിങ്ങൾ എൻ്റെ വീഡിയോ കാണണമെന്നില്ല, മനസ്സിലായോ? നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ കാണണ്ട, അത്രേ ഉള്ളൂ. ഞാൻ പഠിപ്പിക്കണോ വേണ്ടായോ, വീഡിയോ ചെയ്യണോ എന്നൊക്കെ ഞാൻ തീരുമാനിക്കും, അല്ലെങ്കിൽ കാണുന്നവർ തീരുമാനിക്കും. അവർക്ക് കാണണോ വേണ്ടായെന്ന് കാണുന്നവർ തീരുമാനിക്കും. നിങ്ങളാണ് കാണികൾ, നിങ്ങൾക്ക് തീരുമാനിക്കാം ഈ വീഡിയോ കാണണോ വേണ്ടായോ. ഇപ്പം ഞാനും അങ്ങനെയല്ലയോ, ഒരാളുടെ വീഡിയോ കാണണോ വേണ്ടായോ ഞാൻ തന്നെ തീരുമാനിക്കുന്നത്. ഞാൻ തെറ്റായിട്ട് എന്തായാലും പഠിപ്പിക്കുന്നില്ല, അതെനിക്കറിയാം. തെറ്റായിട്ട് ഞാൻ പഠിച്ച കാര്യങ്ങൾ തന്നെ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. അതിൽ ചിലപ്പോൾ നമ്മൾ പഠിപ്പിക്കുമ്പോൾ ചിലപ്പോൾ അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റുമായിരിക്കും, പക്ഷേ പഠിപ്പിക്കുന്നതിൽ തെറ്റില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. പിന്നെ ഒരാൾ ചോദിച്ചൊരു വേറൊരു കാര്യം, സരിഗമ അല്ലാതെ നമ്മൾ ഫ്ലൂട്ട് വായിക്കുമ്പോൾ സരിഗമ എന്നാണല്ലോ പറഞ്ഞത്. ഇപ്പം സ രി ഗ മ എന്ന് വായിക്കും. ഈ സരിഗമ അല്ലാതെ ഇത് നമ്പറാക്കിയിട്ടൊന്ന് പഠിപ്പിക്കാമോ എന്ന് ചോദിച്ചു. എന്ന് വെച്ചാൽ സാ 3 വരലല്ലേ അടച്ചു വെച്ചേക്കുന്നത്, അത് 3 എന്ന് പറയുമ്പോൾ 3 എന്നുള്ള ഇത് നമ്പർ, രി ആക്കുമ്പോൾ 2 എന്നുള്ള നമ്പർ, ഗായ്ക്ക് 1 എന്നുള്ള നമ്പർ, മായ്ക്ക് 1/2 എന്നുള്ള നമ്പർ, അര. ഇങ്ങനെ പഠിപ്പിക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ രീതിയിൽ പഠിപ്പിക്കുന്ന യൂട്യൂബ് ചാനൽ ഓൾറെഡി ഉണ്ട്. അതിനകത്ത് തന്നെ ഇഷ്ടം പോലെ പാട്ടും പഠിപ്പിക്കുന്നുണ്ട്. അതിനിപ്പോൾ ഞാൻ പ്രത്യേകിച്ച് തുടങ്ങിയിട്ട് ഒരു കാര്യമില്ല, കാരണം ഇവരൊക്കെ പഠിപ്പിക്കുന്ന പാട്ടൊക്കെ തന്നെയാണ് ഞാനും പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ഈ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, കാരണം എനിക്ക് സരിഗമയിലേ അറിയത്തുള്ളൂ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചാനൽ എന്ന് വെച്ചാൽ ജയകൃഷ്ണൻ സാറിൻ്റെ യൂട്യൂബ് ചാനലിനകത്ത് ഞാൻ അവിടെ കൊടുത്തേക്കാം. ജയകൃഷ്ണൻ സാറിൻ്റെ യൂട്യൂബ് ചാനലിനകത്ത് കറക്റ്റായിട്ട് അത് പഠിപ്പിക്കുന്നുണ്ട്. അത് ഞാൻ പോലും ഇടയ്ക്ക് കയറി നോക്കും, കാരണം ഞാൻ നോക്കുന്ന അതല്ല, ഫിംഗറല്ല, പാട്ടാണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ അത് നോക്കി നിങ്ങൾക്ക് പഠിക്കാം. അദ്ദേഹം നല്ല കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നുണ്ട്, അത് നോക്കിയാലും നിങ്ങൾക്ക് പഠിക്കാം. പിന്നെ വേറൊക്കെ ഒരു സംശയം ചോദിച്ചാണ്, ഈ വാ വെച്ച് നമ്മൾ ഈ ടു 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 എന്ന് ഊതുന്നൊരു സൗണ്ട് ഉണ്ടല്ലോ, ഞാൻ അങ്ങനെ പറഞ്ഞത് സരിഗമയൊക്കെ ടു ടു എന്ന് ഊതി പഠിക്കാനാണ് പറഞ്ഞത്. അങ്ങനെ ഊതേണ്ട ആവശ്യമുണ്ടോ? ഒരു പാട്ടിന് അതിൻ്റെ ആവശ്യമില്ലല്ലോ. നമ്മൾ പാട്ട് വായിക്കുന്നവരെ ഈ വായിന്ന് ഈ ഒരു സൗണ്ട് വരുന്നത് നമ്മൾ കേൾക്കാറില്ല, ടു ടു എന്നുള്ള സൗണ്ട് കേൾക്കാറില്ല, അല്ലാതാണ് വായിക്കുന്നത്. അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. അല്ല, ഇങ്ങനെ ടു ടു എന്ന് വായിക്കേണ്ട ആവശ്യമുണ്ടോ? കൈ ഇങ്ങനെ അടിച്ചടിച്ച് പാടിയാൽ പോരെയെന്ന്. എപ്പോഴും അതങ്ങനെ നടക്കണമെന്നില്ല. ചില പാട്ടിനകത്ത് ചില അക്ഷരങ്ങൾ ആ ടു ടു എന്നുള്ള സൗണ്ട് വരുത്തിയാൽ മാത്രമേ അത് കറക്റ്റ് ആകത്തുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദേവരാഗം സിനിമയ്ക്കകത്ത് ആ ഒരു പാട്ട്,
വാ കൊണ്ട് തന്നെ കുത്തി കുത്തി വായിച്ചാലേ കറക്റ്റ് ആകത്തുള്ളൂ, അല്ലാതെ വായിച്ചാൽ കറക്റ്റ് ആകത്തില്ല. ചില സ്ഥലത്ത് ആ ഒരു കുത്തി നമ്മൾ വായിക്കേണ്ടി വരും, നാക്ക് ഉപയോഗിച്ച് കുത്തി വായിക്കേണ്ടി വരും. ചില സ്ഥലത്ത് അത് വേണ്ട, അത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ലാതെ ചിലപ്പോൾ 1-2 സ്ഥലത്ത് ഇത് കുത്തിയിട്ട് ബാക്കി നമുക്ക് അല്ലാതെ ഫിംഗർ വെച്ച് തന്നെ വായിക്കാൻ പറ്റും. ഈ വാ വെച്ച് തന്നെ സൗണ്ട് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അത് പാട്ടനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും, അല്ലെങ്കിൽ ചിലർ പാടിനനുസരിച്ച് അത് മാറും. ചിലവരിങ്ങനെ ആ കുത്തി ഉപയോഗിച്ച് പാടുന്നവരുണ്ട്, അല്ലാതെ വരുന്നവരുണ്ട്. പക്ഷേ നാക്ക് ഉപയോഗിച്ചുള്ള ആ ഒരു ശബ്ദം വേണ്ടി വരും, അതും കൂടെ പഠിക്കണം. അതുപോലെ നമ്മൾ കഴിഞ്ഞ ഫ്ലൂട്ട് ക്ലാസ്സിനകത്ത് ഇന്ന പാട്ടാണ് പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അല്ല നമ്മൾ തംബ്നെയിലിട്ട കേട്ടോ. ദേശീയഗാനമാണ് നമ്മൾ പഠിപ്പിച്ചത്, ഒരു 4 വരി. അപ്പോൾ അത് കാണാത്തവർ അതൊന്ന് കയറി കാണുക കേട്ടോ. ദേശീയ ആ ഗാനത്തിൻ്റെ ഒരു 4 വരിയാണ് നമ്മൾ പഠിപ്പിച്ചത്. ആദ്യം പഠിക്കാൻ ബുദ്ധിമുട്ടുന്നൊക്കെ ആൾക്കാരുണ്ട്, അവർക്കൊക്കെ അത് സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. അത് ഈ ഒരു കാര്യം പറയുന്നത് ഒരേ ശബ്ദം വീണ്ടും വീണ്ടും റിപ്പീറ്റ് വരും, അത് നാക്ക് വെച്ച് തന്നെ വായിക്കേണ്ടി വരും. അടിച്ച് വായിച്ചു കഴിഞ്ഞാൽ അത് കേൾക്കൊരു സുഖമില്ല. അത് നിങ്ങൾ നോക്കുക കേട്ടോ. അതിനകത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ മൊത്തം ലൈനും കൊടുത്തിട്ടുണ്ട്, ഡിസ്പ്ലേയിലും കൊടുത്തിട്ടുണ്ട്. ഞാൻ പഠിപ്പിക്കുന്നത് 4 വരിയുടെ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് ഞാൻ, ബാക്കി മൊത്തം ഡിസ്ക്രിപ്ഷനും ഉണ്ട്, നിങ്ങൾക്ക് അവിടെ നിന്ന് എടുക്കാം. പിന്നെ ഫ്ലൂട്ടിൻ്റെ കാര്യം ചോദിച്ചത് വുഡിൻ്റെ ഉണ്ടോ എന്ന് ചോദിച്ചായിരുന്നു. പ്ലാസ്റ്റിക് അല്ലാതെ വുഡിൻ്റെ ഉണ്ടോ? വുഡിൻ്റെ ഉണ്ട്. നിങ്ങൾക്ക് ഓടക്കോളിൽ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഇവരുടെ സൈറ്റിൽ തന്നെ കയറാം, രാധേ PVC ഫ്ലൂട്ട് എന്ന് പറഞ്ഞ് കയറാം. അപ്പോൾ നിങ്ങൾ മേടിക്കുമ്പോൾ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക, റൈറ്റ് ഹാൻഡ് ആണെങ്കിൽ റൈറ്റ് ഹാൻഡിൽ നിന്ന് തന്നെ ഉള്ളത് എടുക്കുക കേട്ടോ. ലെഫ്റ്റ് ഹാൻഡ് എടുക്കരുത്, വ്യത്യാസമുണ്ട്. റൈറ്റ് ഹാൻഡും ലെഫ്റ്റ് ഹാൻഡും തമ്മിൽ വ്യത്യാസമുണ്ട്. ഏത് ഫ്ലൂട്ട് വാങ്ങിച്ചാലും വായിക്കാമല്ലോ എന്നല്ല, എന്തോ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലൂട്ട് ഊതുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് വെച്ചാൽ നമ്മൾ ഊതുന്നതിൻ്റെ ആ നേരെ ഭാഗം, താഴ്ഭാഗം ഫ്ലൂട്ടിൻ്റെ ഈ ഒരു സൈഡ് തന്നെ, ഈ ഒരു ഭാഗം കേട്ടോ. ഇത് അവരിച്ചിരി ചരിച്ചാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത്, കുറച്ച് ഷാർപ്പായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യും, എങ്കിൽ മാത്രമേ സൗണ്ട് കറക്റ്റായിട്ട് വരത്തുള്ളൂ. ലെഫ്റ്റ് ഹാൻഡ് വരുമ്പോൾ നേരെ തിരിഞ്ഞു വരും, ഈ ബാക്ക് സൈഡായിരിക്കും കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ പിടിച്ച് ഊതി കഴിഞ്ഞാൽ സൗണ്ട് കേൾക്കത്തില്ല, അത് ഇങ്ങനെ പിടിച്ച് ഊതുന്ന ഫ്ലൂട്ടിസ്റ്റ് ഊതിയാൽ മാത്രമേ സൗണ്ട് കേൾക്കത്തുള്ളൂ. ഇപ്പോൾ ഇങ്ങനെ ഊതിയാലും സൗണ്ട് വരുമെങ്കിലും സൗണ്ട് പെർഫെക്റ്റ് ആയിരിക്കത്തില്ല, കാരണം അവർ ചെയ്ത് വെച്ചേക്കുന്നത് ഈ ഒരു സൈഡാണ്. താട്ട് ഊതുമല്ലോ, ഊതുമ്പോൾ ഈ ഭാഗമാണ് അവരിങ്ങനെ ചരിച്ച് കട്ട് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ഫ്ലൂട്ട് മേടിക്കുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ആണോ റൈറ്റ് ഹാൻഡ് ആണോ എന്ന് കറക്റ്റ് നോക്കുക. അതിനകത്ത് എഴുതിയിട്ടുണ്ട്, അതിനകത്ത് എന്തായാലും എഴുതിയേക്കുക, അത് നോക്കിയിട്ട് വേണം മേടിക്കാൻ കേട്ടോ. അല്ലെങ്കിൽ ഫ്ലൂട്ട് വാങ്ങിച്ചിട്ടും സൗണ്ട് വരുന്നില്ലെന്ന് പറയും. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഒരാൾ പറഞ്ഞു ഫ്ലൂട്ട് സൗണ്ടേ വരുന്നില്ലെന്ന്, ഊതിയിട്ട് ശബ്ദമേ വരുന്നില്ല. ഇത് ഞാൻ ഓൾറെഡി വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ശബ്ദം വരാത്തതിൻ്റെ മെയിൻ കാരണം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഒത്തിരി പ്രഷറിട്ട് ആദ്യം ഊതുന്ന പരിപാടി നിർത്തുക, അലറി വിളിച്ച് കിടന്ന് ഊതേണ്ട ആവശ്യമൊന്നുമില്ല ഫ്ലൂട്ട് ഊതാൻ. ഇപ്പം ഇത് ഫ്ലൂട്ടാണെങ്കിൽ അപ്പോൾ എൻ്റെ ചുണ്ട് കറക്റ്റ് ആ ഒരു പൊസിഷനിൽ പോയാൽ മാത്രം, അല്ലെങ്കിൽ ഞാൻ ഊതുന്ന ആ ഒരു ശ്വാസം കറക്റ്റ് ആ ഒരു ലൈനിൽ കൂടെ തന്നെ പോയാൽ മാത്രമേ ഈ ഒരു ശബ്ദം കേൾക്കത്തുള്ളൂ. ഇത് അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിഞ്ഞു കഴിഞ്ഞാൽ ശബ്ദം കേൾക്കത്തില്ല. ഇത് ഞാൻ ഫ്ലൂട്ടിൻ്റെ മേൽഭാഗം കേട്ടോ ഊതിയായി, കാരണം ഇതിൻ്റെ ഭാഗം ഇവിടെ വെച്ച് അടഞ്ഞിരിക്കും, അതുകൊണ്ടാണ് ഇവിടെ ഊതിയോ. ഓപ്പൺ ആയിട്ടുള്ള പൈപ്പ് ഊതി കഴിഞ്ഞാൽ സൗണ്ട് കേൾക്കത്തില്ല. ഇതേപോലെ വെച്ചിട്ട് നമ്മൾ ക്യാപ്പൊക്കെ വെച്ചിട്ട് പണ്ട് സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ നമ്മൾ ഈ ഊതത്തില്ലയോ, ഇതേ ഒരു സെറ്റപ്പ് തന്നെയാണ് ഫ്ലൂട്ടും. നിങ്ങൾ ഫ്ലൂട്ട് ഊതുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഫിംഗർ ഒന്നും നിങ്ങൾ പിടിക്കരുത്. നിങ്ങൾ ആദ്യമായിട്ട് ഫ്ലൂട്ട് ഊതുന്ന ഒരാളാണെങ്കിൽ ഫിംഗർ ഒന്നും പിടിക്കേണ്ട ആവശ്യമില്ല. ഫിംഗറിൻ്റെ അവിടെ നിന്നെല്ലാം കൈ മാറ്റി വെക്കുക, എന്നിട്ട് ഇങ്ങനെ വെക്കുക. എല്ലാവരും ഊതുന്ന ഒരേപോലെ അല്ല കേട്ടോ. ഇപ്പോൾ ഞാൻ ചുണ്ട് ഇതിനോട് ഒത്തിരി ചേർത്ത് വെച്ച് ഊതുമ്പോഴാണ് സൗണ്ട് കേൾക്കുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ആയിരിക്കത്തില്ല, കാരണം ഈ മേൽച്ചുണ്ടും കീഴ്ച്ചുണ്ടും തമ്മിൽ പലർക്കും പലതരത്തിലുള്ള അകലമാണ് വരുന്നത്, എല്ലാവർക്കും ഒരേ അകലമല്ല. അപ്പോൾ ഇത് വ്യത്യാസം വരും. താഴോട്ട് ഊതുമ്പോൾ താഴത്തെ ചുണ്ട് ചിലവർ ഭയങ്കര കനം വരും, ചിലവർ അത്രയും കനം കാണത്തില്ല. എല്ലാവരുടെയും ചുണ്ട് ഒരേപോലെ അല്ല, ചിലപ്പോൾ കുറച്ച് ചരിഞ്ഞിരിക്കും, അല്ലെങ്കിൽ വ്യത്യാസമുണ്ടല്ലോ, ചുണ്ടുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഊതുമ്പോൾ ആ ഒരു വ്യത്യാസം വരും. അപ്പം ഞാൻ ഊതുന്ന രീതിയിലായിരിക്കത്തില്ല നിങ്ങൾ ഊതുമ്പോൾ സൗണ്ട് വരുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഇത്രയും ക്ലോസ് വെച്ചിട്ട് ഊതുന്നത്, എന്നിട്ട് ഊതിക്കൊണ്ട് കറക്കി നോക്കുക. ഫ്ലൂട്ട് ഊതിക്കൊണ്ട് കറക്കുക ഇങ്ങനെ. ഇങ്ങനെ കറക്കുന്ന സമയത്ത് എവിടെയാണോ നല്ല ശബ്ദം കിട്ടുന്നത് എന്ന് വെച്ചാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ശബ്ദം എവിടെ കിട്ടുന്നോ അവിടെയാണ് ഫിക്സ് ചെയ്യേണ്ടത്. കുറഞ്ഞതിൽ നിന്നും കൂടുതലേക്ക് വന്നിട്ട് വീണ്ടും കുറയുക സൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഇടയ്ക്കുള്ള സ്ഥലത്ത് വേണം നിർത്താൻ, അവിടെയാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള സൗണ്ട്. അല്ലാതെ ഈ കുറഞ്ഞ സ്ഥലത്തോ ഫ്രീക്വൻസി കുറച്ച് വരുന്ന സ്ഥലത്തോ കൊണ്ട് വെക്കരുത്. കറക്റ്റ് ഒരു സ്ഥലമുണ്ട്, അവിടെ കൊണ്ടുവെക്കുക, പെർഫെക്റ്റ് സൗണ്ട് കിട്ടുന്ന സ്ഥലം. ഉണ്ടോ, കയറി ഇറങ്ങി സൗണ്ട് കേൾക്കുന്നുണ്ടോ?
ഇങ്ങനല്ല. ഇതും അല്ല. അപ്പോൾ ഇത് നിങ്ങൾ കറക്റ്റ് ആക്കുക. ഇപ്പം ഈ വീഡിയോ ആദ്യം കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കേട്ടോ, ഞാൻ ഈ ഒരു 2 മാസമായി കാണത്തില്ലല്ലേ, 1 മാസമായി കാണത്തുള്ളൂ. ഈ ഒരു മാസത്തിൽ ചെയ്ത വീഡിയോ വേണം നിങ്ങൾ കാണാൻ. പഴയ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അത്ര പെർഫെക്റ്റ് അല്ല. അതിനകത്ത് ഇതേപോലെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതേപോലൊക്കെ തന്നെ അതിനകത്തും പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ കാണുമ്പോൾ നമ്മളിപ്പോൾ ഇട്ട ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടാൽ മതി. അതിനകത്ത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് അതിനകത്ത് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം പഠിക്കുന്നവർ അത് കയറി നോക്കുക. ഞാനും ഇപ്പം യൂട്യൂബിനകത്ത് ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. യൂട്യൂബിനകത്ത് കയറുമ്പോൾ സെർച്ച് ചെയ്ത് നോക്കും. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയ എളുപ്പമുള്ള പാട്ട് ഞാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഈ കോമൽ സ്വരങ്ങൾ വരുന്നതുകൊണ്ടാണ് ചില പാട്ടുകളൊന്നും നിങ്ങളെ പഠിപ്പിക്കാത്തത്. അല്ലെങ്കിൽ പിന്നെ ഭയങ്കര ഹൈ പിച്ചുള്ള പാട്ടുകളൊക്കെ വരുന്നത്. അപ്പം നിങ്ങൾക്കിപ്പം 10 വരിയൊന്നും പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. 2-4 വരിയുള്ള ചെറിയ ചെറിയ പാട്ടുകളാണ് ഞാൻ സെർച്ച് ചെയ്ത് നോക്കുന്നെങ്കിലും അതങ്ങനെ കിട്ടുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ പാട്ടിനകത്ത് ഏതെങ്കിലും ഇടയ്ക്കത്തെ ഒരു വരി പഠിപ്പിക്കണം, അത് ശരിയല്ലല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഓരോ ട്യൂണുകൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, നിങ്ങൾക്ക് എളുപ്പം പഠിക്കാൻ പറ്റുന്ന ഏതാ. ഇതിനു മുമ്പിട്ട് ഞാനത് ഒന്നും പഠിപ്പിച്ചിട്ടുണ്ട്, ഹാപ്പി ബർത്ത്ഡേ എങ്ങനെയാണെന്നും പറഞ്ഞുകൊണ്ട്. അത് നിങ്ങൾ വായിച്ച് സമയം എടുത്ത് വായിക്കുക കേട്ടോ. അത് വലിയ പാടുള്ളതൊന്നുമല്ല. ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളത് വലിയ പാടൊന്നുമല്ല. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാലും അത് നിങ്ങൾക്കത് മനസ്സിലാവാൻ പറ്റും, ഹാപ്പി ബർത്ത്ഡേ എങ്ങനെയാണ്. നിങ്ങൾക്ക് ഇന്ന് ഞാൻ ഇതുപോലെ ഒരു ചെറിയ ഒരു പാട്ടിൻ്റെ ഒരു 4 വരി ഞാൻ നിങ്ങളെ പഠിപ്പിച്ച് വെക്കാം. 4 വരി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും അത് അതിൽ കൂടുതൽ പഠിച്ചിട്ടില്ല. ഇപ്പോൾ 2 ദിവസം ആയതേ ഉള്ളൂ എനിക്ക് ആ നോട്ട് കിട്ടിയിട്ട്. അതിൻ്റെ ചില നോട്ടിനകത്ത് എനിക്ക് ചെറിയൊരു വായിച്ചിട്ട് കറക്റ്റ് ആകത്തുകൊണ്ട് ഞാനത് ഇങ്ങനെ നിർത്തി വെച്ചു. പക്ഷേ ഒരു 4 വരി ഞാൻ എൻ്റെ ഒന്ന് പഠിച്ചു വെച്ചിട്ടുണ്ട്. ഞാനത് ഷോർട്സിനകത്തും അത് ഇട്ടായിരുന്നു, ആ പാട്ട് ഞാൻ ഇട്ടായിരുന്നു. അപ്പോൾ ഇത് നിങ്ങൾ പഠിക്കാൻ എളുപ്പമാണ്. ഇതിനകത്ത് ഒരു നോട്ട് കോമലാണ് വരുന്നത്, ഒറ്റ നോട്ട്. അപ്പോൾ ഈ കോമൽ സ്വരം എങ്ങനെയാണ് വായിക്കുന്നത് എന്നുള്ളതും കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് കേട്ടോ. കോമൽ സ്വരം എങ്ങനെ വായിക്കാം. കോമൽ സ്വരത്തെ അല്ലെ ഏറ്റവും പാടുള്ളൊരു സൗണ്ടാണ് ഈ കോമൽ എന്ന് പറയുന്ന സംഭവം. നമ്മൾ കോമലാണ് പിടിക്കുന്നതെങ്കിലും ബാക്കിയുള്ള സൗണ്ടുകൾ നമ്മൾ പിടിക്കുന്നില്ലല്ലോ, ഇതിട്ടും പഠിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഈ പാട്ട് വരുന്നത് ഹർഗഡി എന്നുള്ള പാട്ടാണ്, അറിയാലോ. ഹർഗഡി ബദൽ ബദൽ ഹേ റൂപ് ജിന്ദഗി. ബാക്കി ലൈനൊന്നും അറിയത്തില്ല കേട്ടോ, ഇത് മാത്രമേ അറിയത്തുള്ളൂ. പക്ഷെ പാട്ടിൻ്റെ ആ ഒരു ട്യൂൺ അങ്ങനെ പോകുന്നതെന്ന് അറിയാം. കഴിഞ്ഞ തൊട്ട് ഞാൻ പറഞ്ഞതിലോട്ട് നിങ്ങൾക്ക് പാട്ട് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ ആദ്യം പാട്ടൊന്ന് കേട്ട് നോക്കുക. യൂട്യൂബിനകത്ത് ഉണ്ടല്ലോ എന്തെല്ലാം പാട്ട്, അപ്പം ആ പാട്ടൊന്ന് കേട്ട് നോക്കുക. ഹർഗഡി, ഹർ GARGHADI, ഹർഗഡി. അപ്പം ഇത് അത് സെർച്ച് ചെയ്തിട്ട് ആ പാട്ട് ജസ്റ്റ് കേട്ട് നോക്കുക. എന്നിട്ട് നിങ്ങളിത് പഠിക്കുന്നതായിരിക്കും നല്ലത്. പാട്ട് അറിയത്തില്ലെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ കേട്ട് നോക്കുക. ട്യൂൺ നിങ്ങൾക്ക് അറിയാവുന്ന നോക്കുക. ഇതിപ്പോൾ ഞാൻ വായിച്ചത് ലോ പിച്ചിലാണ്. ലോ പിച്ച് വായിച്ചാൽ ഈ പാട്ട് വായിക്കാൻ പറ്റത്തില്ല. ഇത് നമ്മൾ വായിച്ച് അങ്ങോട്ട് ചെല്ലുമ്പോൾ അതുകൊണ്ടാട്ടോ ഇപ്പോഴേ അത് പറഞ്ഞത്. അങ്ങോട്ട് പോകുമ്പോൾ ഇതിൻ്റെ ബാക്കി ലൈനിലോട്ട് കയറുമ്പോൾ ഈ പാട്ട് മൊത്തത്തിൽ തെറ്റും. അപ്പം ഞാൻ ഈ ലാസ്റ്റ് ലൈൻ മുതൽ കാണിച്ചു തരാം ഒന്നും കൂടെ. അപ്പോൾ നമുക്ക് ഹൈ പിച്ചിൽ പാടാം. ഇത്രയേ ഉള്ളൂ നോട്ട്. ഇപ്പോൾ ഇത് പഠിക്കാൻ എളുപ്പമാണ്. അപ്പോൾ ആദ്യം വരുന്നത് സാ നി സാ നി സാ നി സ ഗ രി സ സ ഗ രി സ സ ഗ രി സ നി ധ നി ധ നി സാ നി സാ നി സാ നി സ ഗ രി സ നി ധ നി ധ നി. അപ്പം ഞാൻ വായിക്കുമ്പം ഈ ധനിക്ക് ചെറിയൊരു ഇത് കൊടുക്കും.
ധനി ധനി രണ്ട് പ്രാവശ്യം ടച്ച് ചെയ്തിട്ട് നീന്ന് പൊക്കത്തുള്ളൂ. ദാഴ്ക്കത് രണ്ട് ടച്ച് കൊടുക്കും. ധനി 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 അങ്ങനെയാണ് വായിക്കുന്നത്. ലോ പിച്ചിലൊന്ന് വായിച്ചേൽപ്പിക്കാം. സാനി സാനി വായിക്കാം. സഗരി സ. ഇതാ ഞാൻ പറഞ്ഞ നീന്ന് വെക്കുമ്പോൾ ദായിന്ന് വെക്കുമ്പോൾ ഇതിങ്ങനെയും വെക്കാം. ഇങ്ങനെയും വെക്കാം. രണ്ട് പ്രാവശ്യം ടച്ച് ചെയ്ത് വായിക്കാം, അല്ലാതെയും വായിക്കാം. ഇതാണ് ഫസ്റ്റ് ലൈൻ. ഒന്നുകൂടെ പറയാം. സാനി സാനി സാനി. ആ ലാസ്റ്റ് നീ നിങ്ങൾ വായിച്ചതിന് ശേഷം മാത്രമേ സഗരിസ എന്ന് വായിക്കാവൂ. ഓക്കെ. സാനി 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 സഗരി സനി സഗരി. അടുത്തടുത്ത് കിടക്കുന്ന നോട്ടുകൾ കേട്ടോ. സായിൽ നിന്ന് ഗായിലോട്ട് പോവും. പിന്നെ റിസ തൊട്ടടുത്ത് തന്നെ വരുന്നത്. സഗരിസ അടുത്തതും അടുത്ത് തന്നെ. നീല് അടുത്ത സ്വരം തന്നെയാണ്. നീ ധനിയും അടുത്ത സ്വരം തന്നെയാണ്. നീ ധനി ധനി സാനി 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 സഗരി സനി ധനി ധനി. ഇത് ഒന്നാമത്തെ ലൈൻ. ഇത് തന്നെയാണ് രണ്ട് പ്രാവശ്യം വായിക്കേണ്ടത്. ഒന്നും രണ്ട് ഈ ലൈൻ തന്നെ. സാനി 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 സഗരി സനി ധനി ധനി സാനി 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 സഗരി സനി ധനി ധനി. അടുത്തത് കൊണ്ട് വേണം ശ്രദ്ധിക്കാൻ. ഹൈ പിച്ചാ കേട്ടോ. എല്ലാം നോട്ടും ഹൈ പിച്ചാ, ലോ പിച്ചല്ല, ഹൈ പിച്ചാണ്. പാദാസ ദസദ പാദാസ ദസദ. ഈ ദസദ എന്നാണ് പറയുന്നെങ്കിലും നമ്മളത് പെട്ടെന്ന് ഇങ്ങനെ അങ്ങ് വെക്കുക ചെയ്യുന്ന കേട്ടോ. ഇങ്ങനെ അടിച്ചങ്ങ് വെക്കുക. മനസ്സിലായി? ഇങ്ങനെ അടിച്ചങ്ങ് വെക്കുക. അല്ലാതെ ദസദ ഇങ്ങനല്ല. ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ നമ്മുടെ കൈ ഇങ്ങനെ മുട്ടിയിട്ട് പൊങ്ങിയിട്ട് പെട്ടെന്ന് അങ്ങ് വെക്കുക. അല്ലാതെ ഇങ്ങനല്ല. മനസ്സിലായല്ലോ? പാദാസ ദസദ പാദാസ ദസദ പാദാസ ദസദ. അത് പെട്ടെന്ന് വായിക്കണം. ഇത് പതുക്കെ കേട്ടോ. ദാസ വരെ നിങ്ങൾ പതുക്കെ വായിച്ചാൽ മതി. ദാസ വരെ പതുക്കെയാണ്. ദസദ എന്ന് വരുമ്പോൾ ഈ കൈ പൊക്കിട്ട് പെട്ടെന്ന് ദസദ 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 പൊക്കുക, പെട്ടെന്ന് നോക്കുക. ദസദ ഇങ്ങനെ പൊക്കിട്ട് പെട്ടെന്ന് വെച്ചാൽ മതി. ഹൈ പിച്ചാണ്. പാദാസ ദസദ മാ പാദ പദപ പാദാസ ദസദ മാ പാദ പദപ. രണ്ടുകൂടെ ഒരുമിച്ച് വായിക്കാം കേട്ടോ. ഇതും ലാസ്റ്റ് ഫിംഗർ മാത്രം അടിക്കണം. മാ പാദ പദപ മാ പാദ പദപ മാ പാദ പദപ. അപ്പോൾ ലാസ്റ്റ് ഈ പദപ്പ വരുമ്പോൾ ഇത് പെട്ടെന്ന് മാപ്പ മാപ്പാദ. മാപ്പാദ ഇങ്ങനെ അടിച്ചു ചേർക്കണം. ഈ ലാസ്റ്റ് ഇങ്ങനെ മാപ്പാദ കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയൊരു സംശയം വരും. മാപ്പാദ എന്ന് മാത്രമേ വരത്തുള്ളൂ. പദപ്പം നമ്മൾ പെട്ടെന്ന് വായിക്കുന്നത്. അത് ഒരുമിച്ച് വായിക്കുമ്പം മനസ്സിലായല്ലോ? അല്ല, മൂന്നാമത്തെ ലൈൻ ഒന്നുകൂടെ പറയാം. പാദാസ ദസദ മാ പാദ പദപ. അപ്പോൾ ലാസ്റ്റ് ഫിംഗർ പെട്ടെന്ന് എടുക്കണം കേട്ടോ. പദപ്പ എടുക്കുക പെട്ടെന്ന് വെക്കുക. ഇങ്ങനെ വെക്കുകയല്ല കേട്ടോ. ഒരു വട്ടം പൊക്കിട്ട് വെക്കുകയല്ല. ഇങ്ങനെ
ഇങ്ങനെ അടിച്ചിട്ട് കൊണ്ട് വെക്കണം. എന്നുവെച്ചാൽ നമ്മളിങ്ങനെ പൊക്കുകയും അടിക്കുകയും വീണ്ടും പൊങ്ങുകയും വീണ്ടും കൊണ്ട് വെക്കുകയും പദപ്പ പ ദ പ ഇങ്ങനെയാണ് പറയുന്നത്. പദപ്പ എന്നാണ് പറയുന്നതെങ്കിലും നമ്മൾ ഇങ്ങനെ വെക്കുന്നത് കണ്ടല്ലോ. ഇങ്ങനെ കൊണ്ട് വേണം നോക്കാൻ. ഇനി ലാസ്റ്റ് ലൈൻ കേട്ടോ. ഇപ്പോൾ നമ്മൾ മൂന്ന് ലൈൻ പഠിപ്പിച്ചു. ലാസ്റ്റ് ലൈൻ ഓക്കെ. ഇതും ചെറിയ വ്യത്യാസമുണ്ട്. പാദ സദ സദാ പമ ലാസ്റ്റ് ലൈൻ കേട്ടോ. പാദ സദ സദാ പമ. ചെറിയ മ പാദ സദ സദാ പമ പാദ സദ സദാ പമ. ഒരുമിച്ച് കേട്ടോ, സെപ്പറേറ്റ് അല്ല, ഒറ്റ ലൈനാ. പാദ സദ സദാ അതാ ഓർത്തോണം. പാദ സദ സദാ പമ. തായ്ക്ക് നീട്ടമുണ്ട്. പാദ സദ സദാ പമ. ഇതും പഴയ കൂട്ട് തന്നെ ദ പാദാസ. ഇങ്ങനല്ല. ഓക്കെ. അപ്പോൾ ഇത് വായിക്കേണ്ടത് പാദാസ ദസദ പമ. നമ്മൾ കഴിഞ്ഞ ലൈനിലും പറഞ്ഞിട്ട് പാദാസ കറക്റ്റാണ്. ദസദ പെട്ടെന്ന് വായിക്കണം. പാദാസ ദസദ പാദാസ ദസദ പമ പാദാസ ദസദ പമ പാദാസ ദസദ പമ പാദാസ ദസദ പമ. ചെറിയ മായ കേട്ടോ. അത് പാടെ സൗണ്ട് കേട്ടോണ്ടേ മാ പൊക്കണം. പാദാസ ദസദ പമ. അപ്പോൾ ഈ മാ വരുമ്പോൾ പായുടെ സൗണ്ട് കേട്ട ഉടനെ തന്നെ മായുടെ വിരൽ പൊക്കുമ്പോൾ ചെറിയ മായിൽ നിന്നും വലിയ മായിലേക്ക് വിരൽ പെതുക്കി എടുക്കുക. എന്നുവെച്ചാൽ ലാസ്റ്റ് ഫിംഗർ പെതുക്കെ മേപ്പോട്ടൊന്ന് പൊക്കുക. ഓക്കെ. ഇങ്ങനെ വായിക്കണ്ട, മനസ്സിലായല്ലോ. പെതുക്കെ പൊക്കുമ്പോൾ ആ ഒരു സൗണ്ട് കിട്ടും. ഇങ്ങനല്ല, ഇങ്ങനെ വെച്ചാൽ തെറ്റായിപ്പോവും. ഇത്രയേ ഉള്ളൂ. അത് നീട്ടേണ്ട ആവശ്യമില്ല, കുറച്ചേ ഉള്ളൂ. പാദാസ ദസദ. ആ ദസദ ശ്രദ്ധിച്ചോണം, പെട്ടെന്ന് എടുക്കുന്നത്. പാദാസ ദസദ ദസദ പൊക്കിയിട്ട് പെട്ടെന്ന് അടയ്ക്കുക. ഒന്നുകൂടെ കാണിച്ചു തരാം. പാദാസ ദസദ ഉണ്ടല്ലോ, ഇത്രയും ഫാസ്റ്റാണ്. പാദാസ ദസദ പാദാസ ദസദ പാദാസ ദസദ. ഫിംഗർ പാദാസ പൊക്കിയതിന് ശേഷം അടിച്ച് പൊക്കി വീണ്ടും പൊക്കുക ചെയ്യുന്നത്. പെട്ടെന്നായിട്ട് കാണാൻ പറ്റാത്തതാണ്. പാദാസ ദസദ പാദാസ ദസദ പമ പാദാസ ദസദ പമ. അടുത്ത സ്വരമാണ് കോമല വരുന്നത്. ലാസ്റ്റത്തെ ഒരു ചെറിയ പാദാസ ദസദ പമ മാനീത പദപ. നീ കോമലാണ്. മായിൽ നിന്നും നീയിലേക്കാണ് കോമൽ വരുന്നത്, ഓർത്തോണം. ചെറിയൊരു ഇത് വരും, കാരണം മായിലാണ് നമ്മൾ നിർത്തുന്നത്. പാദാസ ദസദ പമാനീത പദപ പാദാസ ദസദ പമാനീത പദപ. നമ്മൾ മാ നിർത്തിയായിരുന്നു ആദ്യം. പാദാസ ദസദ പമാനീത പദപ മാനീത പദപ. ഈ സെക്കൻഡ് മാ വരുമ്പോൾ ഞാൻ പാദാസ ദസദ പമാ മാനീത പദപ അങ്ങനെയാണ് വരുന്നത്. പാദാസ ദസദ പമാ. ഇത് നീ കോമല കേട്ടോ. ഇത് നീ
ഇങ്ങനെ അടിക്കും. ഇതാണ് നീ. 4 വിരൽ അടിക്കുമ്പോൾ നീ. 5ാമത്തെ വിരലിൻ്റെ പകുതി, അതാണ് നീ കോമൽ. അപ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, ഈ കൈ അവിടെ കൊണ്ട് വെച്ചേക്കുക, ഇങ്ങനെ കൊണ്ട് വെച്ചേക്കുക. ചെറിയൊരു സൗണ്ട് പോലെ ആയിരിക്കും കേൾക്കുന്നത് കേട്ടോ. മാനീത പദപ്പ, മാനീത പദപ്പ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. മാ നീ കോമലാണ് വരുന്നത്. അതൊന്നുകൂടെ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവുന്ന രീതിയിൽ ഒന്നുകൂടെ കാണിച്ചു തരാം. അപ്പം പാദാസ ദസദാപ്പ മാനീത പദപ്പ. നിങ്ങളത് കട്ട് ചെയ്ത് വായിക്കുക. എന്താ ഞാൻ ഇങ്ങനല്ല, ആ കൈ കറക്റ്റ് ഈ രീതിയിൽ നമ്മൾ കുറച്ച് നാൾ ഊതുമ്പം ഈ ഒരു രീതിയിൽ വരും. കോമൽ കോമൽ എന്ന് വെച്ചാൽ ദായും അല്ല നീയും അല്ല, അത് ഓർത്താൽ മതി. ജസ്റ്റ് നമ്മൾ മാ പൊക്കുന്നതിനോട്ട് ഈ ഒരു വെള്ളം മാത്രം ഇച്ചിരി മാത്രം പൊക്കുക, ഈ ഒരു രീതിയിൽ പൊക്കുക. അത് കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ വരും, എല്ലാ ഫിംഗറും അങ്ങനെ വരും. ദാ വരുമ്പോൾ അതിൽ പൊക്കുക. ഈ പറഞ്ഞ പോലെ ഇങ്ങനെ പൊക്കരുത്, ഫ്ലൂട്ടിൽ നിന്ന് കൈ എടുക്കരുത്, ജസ്റ്റ് അവിടെ തന്നെ. ചില സൗണ്ട് നമ്മൾ കൊണ്ട് വെക്കേണ്ടി വരും. എന്ന് വെച്ചാൽ മാ ഇപ്പം ഇതിപ്പോൾ ഞാൻ കൊണ്ട് വെക്കുക. അല്ലാതെ നമുക്ക് നിങ്ങൾക്ക് നേരത്തെ കൊണ്ട് വെക്കാം. ഇങ്ങനെ നിങ്ങൾ കൊണ്ടുവച്ചിട്ട് ആദ്യം പാടി നോക്കുന്നതായിരിക്കും നല്ലത്. ഇതാണ് കോമൽ, കോമൽ നീ ഉണ്ടല്ലോ. ഇത് ഫുള്ള് ഓപ്പൺ ആക്കത്തില്ല, ഹാഫ് വന്ന് നിൽക്കണം. നിങ്ങൾ ഫ്ലൂട്ടിലോട്ട് നോക്കേണ്ട ആവശ്യമില്ല. 2 കൈയും കൊണ്ട് വെക്കുക, ഈ ഒരു ഫിംഗർ മാത്രം കുറച്ച് വെക്കുക. ആദ്യം കുറച്ച് സൗണ്ടിന് വ്യത്യാസം നിങ്ങൾക്ക് തോന്നും. ഇങ്ങനെ കൊണ്ട് 2 എന്ന് വെച്ചാൽ ദാ ദാ, ഇത് ദാ, എന്നിട്ട് ഈ ഒരു വിരൽ ഇച്ചിരി വെക്കുക. ഇതാണ് കോമൽ. അപ്പോൾ നിങ്ങൾ ആദ്യം ഈ രീതിയിൽ പിടിച്ചിട്ടതിന് ശേഷം, ഇങ്ങനെ പിടിച്ചതിന് ശേഷം മാ വായിക്കുക. മാനീത പദപ്പ. ആ പൊക്കി വെച്ച വെള്ളം അടച്ചാൽ മതി. മാനീത എന്നാണ്. അപ്പം മാ ഈ ഫിംഗർ ഫുള്ള് അടയ്ക്കുമ്പോൾ നീ ആയിക്കോളും. മായും ഇത്രയും വെള്ളം അടയ്ക്കുമ്പോൾ അത് നീ വരും. ഇത് മാ, ഇത് അടയ്ക്കുമ്പോൾ നീ ആയി. ഈ പൊക്കി വെച്ചേക്കുന്ന വെള്ളം അടയ്ക്കുമ്പോൾ ദായാവും. അപ്പം മാനീത എന്നുള്ളത് വരും. മാനീത പദപ്പ, മാനീത. മറ്റേൻ്റെ കൂടെ ലാസ്റ്റ് ഫിംഗർ പദപ്പ എന്നുള്ളത് പെട്ടെന്ന് അടിച്ചു നിർത്തണം. മാനീത പദപ്പ. അപ്പം നിങ്ങൾക്ക് ബാക്കിയുള്ള ഇതൊന്നും വായിക്കാൻ വലിയ പാട് കാണത്തില്ല. ഇത് വരുമ്പോൾ നിങ്ങൾക്ക് ചെറിയ സംശയം വരും. അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് വായിക്കുക. പാദാസ ദസദാപ്പ മാ, കട്ട് ചെയ്യുക, അത്ര മതി. മാനീത പദപ്പ. പിന്നീട് നമുക്കിത് ഒരുമിച്ച് വായിച്ചാക്കിയാൽ മതി. കാരണം ഈ 2 മാ വരുമ്പോൾ നിങ്ങൾക്ക് സംശയം വരും. ഒറ്റ ശ്വാസത്തിൽ 2 മാ കിട്ടുമോ എന്നുള്ളത് നിങ്ങൾക്ക് ചെറിയ സംശയം വരും. അത് മാ വെച്ച് തന്നെ ചിലപ്പോൾ ആക്കേണ്ടി വരും. ഞാനിങ്ങനെ വായിക്കുന്നത്. ആ മാ കട്ട് ചെയ്യാതെ തന്നെ അതിനകത്ത് ഒരു മാ വായിക്കും. നിങ്ങൾക്ക് കട്ട് ചെയ്തും വായിക്കാം, അല്ലാതെയും വായിക്കാം, നിങ്ങളുടെ ഇഷ്ടം. ഒരു പാട്ട് ഓരോരുത്തരുടെ ഇഷ്ടത്തിലാണ് വായിക്കുന്നത്. അപ്പോൾ ഇത് വായിക്കും. ഇപ്പം 4 വരെയേ ഉള്ളൂ. ഇത് ഞാനും പഠിച്ചിട്ടില്ല കേട്ടോ, ഫുള്ള് പഠിച്ചിട്ടില്ല, കാണാതെ പോലും അറിയത്തില്ല. അതാണ് ഞാൻ ബുക്കിൽ നോക്കി വായിക്കുന്നത്. ഹൈ പിച്ച് മാത്രം ആയതുകൊണ്ടല്ല, എനിക്ക് ചില ഭാഗങ്ങൾ എനിക്കും വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അത്ര വലിയ ഫ്ലൂട്ടിസ്റ്റ് ഒന്നുമല്ല. അതുപോലെ ഈ പാട്ട് എനിക്ക് ഇങ്ങോട്ടുള്ളതിൻ്റെ ലൈൻ കറക്റ്റായിട്ട് അറിയത്തില്ല. നമ്മൾ പാട്ടിൻ്റെ ലൈൻ അറിയാതെ വായിച്ചു കഴിഞ്ഞാൽ ഈ പാട്ടിൻ്റെ ലൈൻ ഏകദേശം എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ബാക്കി ലൈൻ അങ്ങോട്ട് പഠിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. നമുക്ക് അതും നോക്കാം. അത് ഹിന്ദി ചാനലിൽ ഞാൻ എഴുതിയെടുത്തത്. ഞാൻ കഴിഞ്ഞ എല്ലാം ഇതിനകത്ത് അതിന് മുമ്പത്തിനകത്ത് ഞാനത് കറക്റ്റായിട്ട് അവരുടെ എല്ലാവരുടെയും അത് കൊടുത്തിട്ടുണ്ട്. ചാനലിൻ്റെ പേരുകൾ എൻ്റെ യൂട്യൂബിൻ്റെ ഇതിനകത്ത് കൊടുത്തിരുന്നു. എന്നുവെച്ചാൽ ഡിസ്പ്ലേ തന്നെ കൊടുത്തു. അത് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ എല്ലാം ചാനൽ കിട്ടും.
അങ്ങനെ ഞാൻ എഴുതിയെടുത്ത് വെച്ചതാണ്. ഷോർട്സിനകത്തും റീൽസിനകത്തൊക്കെ ഒരുപാട് കേട്ടിട്ടുള്ള പാട്ടാണ്. അതുകൊണ്ട് നമ്മളെടുത്ത് വെച്ചതാണ്. അപ്പോൾ ഇത് നിങ്ങൾ വായിച്ച് നോക്കുക, സാവധാനം വായിച്ച് നോക്കുക. നിങ്ങൾ ലോ പിച്ചിലാണ് വായിക്കുന്നതെങ്കിൽ സാ നി സാ നി സാ നി സ ഗരി സ നീ ധ നീ ധ നീ സാ നി സാ നി സാ നി സ ഗരി സ നീ ധ നീ ധ നീ, ഇതുവരെ നിങ്ങൾക്ക് ലോ പിച്ച് വായിക്കാൻ പറ്റും. പക്ഷെ പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ലോയിൽ നിന്ന് ഹൈയിലേക്ക് കയറത്തില്ല, തെറ്റും, പാട്ട് തെറ്റും. അപ്പം ഹൈ പിച്ച് തന്നെ ആ 2 ലൈൻ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ലോ പിച്ച് വായിച്ചു. അത് പഠിച്ചതിന് ശേഷം ഇങ്ങോട്ടുള്ള ലൈൻ കിട്ടണമെങ്കിൽ ഹൈ പിച്ച് തന്നെ പാടി പഠിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഹൈ പിച്ച് തന്നെ പാടി പഠിക്കുക. അത് വലിയ പാടില്ല. നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ആ പ്രഷർ കൊടുക്കുന്ന കറക്റ്റ് ആയിരിക്കണം. ഒറ്റ രീതിയിൽ പ്രഷർ പോകണം, ഒരേ രീതിയിൽ തന്നെ, കൂടുകയും കുറയുകയും ഒന്നും ചെയ്യരുത്. ഒറ്റ രീതിയിൽ തന്നെ പോയി അത് നിങ്ങൾ പ്രത്യേകം പ്രാക്ടീസും കൂടെ ചെയ്യുക. ഹൈ പിച്ച് തന്നെ വായിക്കുന്നതായിരിക്കും എൻ്റെ രീതി വെച്ച് നോക്കുകയാണെങ്കിൽ നല്ലത്. സാവധാനം പ്രാക്ടീസ് ചെയ്താൽ മതി. ഈ ആദ്യമായിട്ട് കാണുന്നവരൊക്കെയാണെങ്കിൽ പഴയ വീഡിയോ കൊണ്ട് കയറി നോക്കുക. പഴയ വീഡിയോ മാത്രം നിങ്ങൾ കണ്ടാൽ പോരാ, എൻ്റെ ക്രാഫ്റ്റ് വീഡിയോ ഉറപ്പായിട്ടും കാണും. അത് ഭയങ്കര ഡൗൺ ആയിട്ട് പോവുകയാണ്, അറിയാലോ, എല്ലാം കഷ്ടപ്പെട്ട് കിടന്ന് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കയറി നോക്കുക. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത ദിവസം തന്നെ വരുന്നതായിരിക്കും.